എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? മക്കൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പൊ LSS എക്സാം കഴിഞ്ഞു, നമ്മൾ ഇത് ആനുവൽ എക്സാമിലേക്ക് പോവുകയാണ്. അപ്പൊ പണ്ടത്തെയും ഇപ്പോഴത്തെയും കമ്മ്യൂണിക്കേഷനിൽ വന്ന മാറ്റങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന ചാപ്റ്റർ ആണ് വെരി ഫാർ എ ലിറ്റിൽ ഫാർ, കണ്ണെത്താ ദൂരത്ത് കൈ എത്താ ദൂരത്ത്. അപ്പൊ നിങ്ങൾക്കറിയാം അല്ലെ, നമുക്ക് ഒരാളെടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അയാളെടുത്ത് സംസാരിക്കുക? ഒന്നുകിൽ നമുക്ക് അയാളെ ഫോൺ വിളിച്ച് സംസാരിക്കാം അല്ലെ, അല്ലെങ്കിലോ നമ്മൾ എന്ത് ചെയ്യും? ഈ പറഞ്ഞതുപോലെ തന്നെ നേരിട്ട് സംസാരിക്കും. അപ്പൊ നേരിട്ട് സംസാരിക്കുക എന്ന് പറയുമ്പോൾ അയാൾ നമ്മുടെ വളരെ അടുത്തായിരിക്കണം. ദൂരെയാണെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ഈ പറഞ്ഞതുപോലെ ഫോൺ വിളിക്കുക. അപ്പൊ ഇതൊക്കെ നമ്മൾ ഇപ്പൊ ഉള്ള കാര്യങ്ങളല്ലേ പറയുന്നത്. എന്നാൽ ടീച്ചർ ചോദിക്കട്ടെ, കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇതായിരുന്നോ അവസ്ഥ? അതായത് പണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് പണ്ടുള്ള കാര്യമാണ് കേട്ടോ പറയുന്നത്. അപ്പൊ പണ്ട് കാലങ്ങളിൽ ആളുകൾ എങ്ങനെയായിരുന്നു ആശയവിനിമയം നടത്തിയിരുന്നത് എന്നതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പൊ നിങ്ങൾ നോക്കിക്കേ മക്കളെ, പണ്ട് എന്ന് പറയുമ്പോ അല്ലെ, ടീച്ചർ പറഞ്ഞു രാജഭരണമൊക്കെയുള്ള കാലത്ത് അന്ന് ടെലിഫോണും ഇല്ല, ഈ പറഞ്ഞ മൊബൈൽ ഫോണും ഇല്ല, കമ്പ്യൂട്ടറും ഇല്ല, നമ്മുടെ ഇപ്പത്തെ വാട്സപ്പും ഇല്ല. അപ്പൊ അന്നത്തെ കാലത്ത് ആളുകൾ എങ്ങനെയായിരുന്നു വിവരങ്ങൾ കൈമാറ്റം ചെയ്തിരുന്നത്? ഇപ്പൊ അകലങ്ങളിലേക്ക് പോകുന്തോറുമാണ് ഈ ഒരു പ്രശ്നം ഏറ്റവും കൂടി വന്നിരുന്നത്. അപ്പൊ ഏറ്റവും ആദ്യ കാലത്ത് യുദ്ധങ്ങളിലൊക്കെ രാജാക്കന്മാർ പങ്കെടുക്കുന്ന സമയത്ത് അവർ വളരെ പ്രധാനമായിട്ടും ചെയ്തിരുന്ന ഒരു മെത്തേഡായിരുന്നു പരിശീലനം ലഭിച്ച പ്രാവുകളെ ഉപയോഗിക്കുക എന്നുള്ളത്. അതായത് പീജിയൻസ് ഇല്ലേ, ഈ പീജിയൻസിനെ അവർ ട്രെയിൻ ചെയ്യിക്കും, രാജാക്കന്മാര് ട്രെയിൻ ചെയ്യിക്കും. എന്നിട്ട് ആ പീജിയണിന്റെ കാലിനകത്ത് എന്ത് ചെയ്യും? ഒരു സന്ദേശം കിട്ടിയിട്ട് പറത്തിവിടും. എന്തിനാ ഇങ്ങനെ പറത്തിവിടുന്നതെന്ന് വെച്ചാൽ ചിലപ്പോൾ വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള അല്ലെ എന്ന് പറഞ്ഞാൽ ഭയങ്കര രഹസ്യ സ്വഭാവമുള്ള സന്ദേശമായിരിക്കും. അപ്പൊ അത് ചിലപ്പോൾ ഒരാളെ കൈമാറ്റം ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ, ചിലപ്പോൾ എന്ത് സംഭവിക്കാം? ചിലപ്പോൾ അയാളെ വേണമെങ്കിൽ തട്ടിക്കളയാ അല്ലെ, അങ്ങനെയൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ അയാളെ കിഡ്നാപ്പ് ചെയ്ത് കളയാം, ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ അന്ന് രഹസ്യ സ്വഭാവമുള്ള സന്ദേശങ്ങൾ കൈമാറാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതി ഉപയോഗിച്ചിരുന്നു. അതുപോലെ തന്നെ അല്ലെ, സാധാരണയായിട്ടുള്ള ആളുകളെക്കാളും കുറച്ചും കൂടെ ഇത് ഉപയോഗിച്ചിരുന്നത് ഇത്തരത്തിൽ കുറച്ചും കൂടെ ഉയർന്ന രീതിയിൽ ജീവിച്ചു വരുന്ന ആളുകളായിരുന്നു. എന്നാൽ സാധാരണക്കാരും ഈ ഒരു രീതി ഉപയോഗിച്ചിരുന്നു എന്നുള്ളതിൽ പ്രകടമായ തെളിവുകൾ നമ്മൾ പറയപ്പെടുന്നില്ല. അതേപോലെ തന്നെ അന്നത്തെ കാലത്ത് അല്ലെ കുറച്ചുകൂടെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ആലോചിച്ചിരുന്ന മറ്റൊരു കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പൊ രാജാവ്, രാജ്ഞി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വലിയ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളുകൾക്ക് ഒരു വിവരം കൈമാറണം അല്ലെ, അതായത് പ്രജകൾക്ക് ഒരു വിവരം കൈമാറണം. അതിനു വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്തിരുന്ന മെത്തേഡായിരുന്നു പെരുമ്പറ എന്ന് പറയുന്നത്. ഡും 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 എന്നിട്ട് മഹാരാജാവ് തിരുമനസ് അറിയിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഡും 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 ശബ്ദം ഉണ്ടാക്കിയിട്ട് ആളുകളെയൊക്കെ അവർ വിളിച്ചു കൂട്ടും. എന്നിട്ട് എന്ത് ചെയ്യും? വിവരം കൈമാറും. ഇപ്പോഴാണെങ്കിൽ അല്ലെ നമുക്ക് എന്ത് ചെയ്താൽ മതി? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, കൊറോണയുടെ സമയത്ത് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചത് പ്രധാനമന്ത്രി എങ്ങനെയായിരുന്നു? ജസ്റ്റ് അല്ലെ, നമ്മൾ അതൊക്കെ ടെലിവിഷനിലൂടെയും മൊബൈൽ ഫോണുകളിലൂടെയും ഒക്കെ ആയിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ പണ്ട് അതൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇതുപോലെ രാജാവിന്റെ ഒരു ഭടം വന്നിട്ട് പെരുമ്പറ മുഴക്കിയിട്ടായിരുന്നു അറിയിച്ചിരുന്നത്. രണ്ടാമത്തെ മെത്തേഡാണ് ദൂതൻ എന്ന് പറഞ്ഞത് അല്ലെ. ഈ ദൂതൻ എങ്ങനെയാ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ട് രാജാക്കന്മാര് അല്ലെങ്കിൽ രണ്ട് നാടുവാഴികൾ ഇങ്ങനെയുള്ള ആളുകൾക്കിടയിൽ ഒരു രാജാവിൽ നിന്ന് വേറൊരു രാജാവിലേക്ക് സന്ദേശം കൈമാറണം, അല്ലെങ്കിൽ ഇതേപോലെ തന്നെ പ്രധാനപ്പെട്ട ആളുകൾക്ക് സന്ദേശങ്ങൾ കൈമാറണം. എനിക്ക് തോന്നുന്നു ഈ രണ്ട് കാര്യങ്ങളും അല്ലെ നിങ്ങൾ നോക്കുന്ന സമയത്ത് കുറച്ചുകൂടെ വലിയ വലിയ ആളുകളാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പൊ സാധാരണക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ അന്നത്തെ കാലത്ത് മാർഗങ്ങൾ വളരെ കുറവായിരുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് ദൂതൻ. അപ്പൊ ഒരു രാജാവ് ഒരു സന്ദേശം ഒരു ദൂതന്റെ കയ്യിൽ കൊടുത്തുവിടും, എന്നിട്ട് ആ മറ്റേ രാജാവ് വായിക്കും. ആ രാജാവ് അവിടുത്തെ ഒരു ദൂതനെ പറഞ്ഞ് ഈ രാജാവിന്റെ അടുത്തേക്ക് വിടും. ഇതാണ് ദൂതൻ എന്ന് പറയുന്നത്. ഇനി അഞ്ചലോട്ടക്കാരൻ, ഇതാണ് കുറച്ചും കൂടെ എല്ലാവർക്കും രീതിയിൽ പെട്ടെന്ന് മനസ്സിലാവുക. നിങ്ങൾ എല്ലാവരും പോസ്റ്റ്മാനെ കണ്ടിട്ടില്ലേ? നമ്മുടെ വീട്ടിൽ കത്ത് കൊണ്ടുവരുന്ന പോസ്റ്റ്മാനെ. അപ്പൊ പോസ്റ്റ്മാന്റെ പഴയകാല രൂപമായിരുന്നു അഞ്ചലോട്ടക്കാരൻ. അപ്പൊ ഇദ്ദേഹം ഒരു മണിമുട്ടി ഇങ്ങനെ ഒരു വടിയും എടുത്ത് ഇങ്ങനെ ഓടും മീൻസ് കുറച്ച് നടക്കും. എന്നിട്ടാണ് വിവരങ്ങൾ എന്ത് ചെയ്യുക? ഈ കത്ത് പോലുള്ള കാര്യങ്ങൾ കൈമാറ്റം ചെയ്യുക. ഇതാണ് അഞ്ചലോട്ടക്കാരൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതായിരുന്നു പഴയകാല രീതികൾ. ഇപ്പൊ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്നല്ലേ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ട് അറിയാം. അപ്പൊ നമ്മൾ ഇപ്പൊ TV ഉപയോഗിക്കുന്നുണ്ട്, അതേപോലെ തന്നെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്, കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്, വോക്കി ടോക്കി ഉപയോഗിക്കുന്നുണ്ട് അല്ലെ, പല രീതിയിലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇന്റർനെറ്റ് വന്നതോടുകൂടിയാണ് വിവര സാങ്കേതിക വിദ്യയിൽ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ വന്നേ എന്നുള്ള കാര്യം മക്കൾ എന്ത് ചെയ്യാം? മനസ്സിലാക്കുക. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.